ക്രിസ്മസിന്റെ തലേന്ന് സംസ്ഥാനത്ത് റെക്കോർഡ് മദ്യവിൽപ്പന. ഡിസംബർ 24-ന് 1,87,00,000 രൂപയുടെ മദ്യം വിറ്റ എറണാകുളമാണ് മുന്നിൽ. കൺസ്യൂമർ ഫെഡാണ് കണക്ക് പുറത്തുവിട്ടത്. കഴിഞ്ഞ വർഷത്തേക്കാൾ 1 കോടി രൂപയുടെ വർധനവാണ് കൺസ്യൂമർ ഫെഡിന്റെ മദ്യവിൽപ്പനയിൽ ഒറ്റ ദിവസം മാത്രമുണ്ടായത്. സംസ്ഥാനത്തെ 49 ഔട്ട്ലെറ്റുകളിലായി 7,40,00,000 രൂപയുടെ മദ്യമാണ് ക്രിസ്മസ് തലേന്ന് വിറ്റഴിച്ചത്. ഇതിൽ എറണാകുളം ജില്ലയാണ് മുന്നിൽ. 1,87,00,000 രൂപയുടെ വിൽപ്പനയാണ് എറണാകുളത്ത് നടന്നത്. ജില്ലയിലെ വൈറ്റ്ല ഔട്ട്ലെറ്റിൽ റെക്കോർഡ് വിൽപ്പനയാണുണ്ടായത്. വൈറ്റ്ലയിൽ കഴിഞ്ഞ വർഷം ഡിസംബർ 24-ന് 18 ലക്ഷം രൂപയുടെ മദ്യമാണ് വിറ്റതെങ്കിൽ ഇത്തവണ 53,83,000 രൂപയുടെ വിൽപ്പനയാണ് നടന്നത്. കഴിഞ്ഞ തവണത്തേക്കാൾ 3 മടങ്ങ് വർധനയാണ് മദ്യവിൽപ്പനയിൽ ഈ വർഷം ഇവിടെ ഉണ്ടായത്. ഓണത്തിനും ഏറ്റവും കൂടുതൽ മദ്യവിൽപ്പന നടന്നത് ഇതേ ഔട്ട്ലെറ്റിൽ തന്നെയാണ്. ക്രിസ്മസ് തലേന്നത്തെ മദ്യവിൽപ്പനയിൽ 2ാം സ്ഥാനം തിരുവനന്തപുരം ജില്ലയ്ക്കാണ്. 98 ലക്ഷം രൂപയുടെ മദ്യം തിരുവനന്തപുരത്ത് വിറ്റഴിച്ചു. തൃശ്ശൂരിൽ 94 ലക്ഷം, കോട്ടയത്ത് 77 ലക്ഷം, കണ്ണൂരിൽ 63 ലക്ഷം എന്നിങ്ങനെ പോകുന്നു വിവിധ ജില്ലകളിലെ കണക്കുകൾ. ഏറ്റവും കുറവ് വിൽപ്പന നടന്നത് പത്തനംതിട്ട ജില്ലയിലാണ്. ഒരേ ഒരു ഔട്ട്ലെറ്റ് മാത്രമുള്ള പത്തനംതിട്ട ജില്ലയിൽ വിറ്റത് 20 ലക്ഷം രൂപയുടെ മദ്യമാണ്. കൺസ്യൂമർ ഫെഡിനേക്കാൾ ഇരട്ടിയിലധികം ഔട്ട്ലെറ്റുകളുള്ള ബീവറേജസ് കോർപ്പറേഷന്റെ കണക്കുകൂടി പുറത്തുവരുന്നതോടെ മലയാളിയുടെ മദ്യാസക്തി എത്ര മടങ്ങ് വർദ്ധിച്ചുവെന്ന് വ്യക്തമാകും.